ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലെയും പരിസരത്തെയും ശല്യക്കാരായ എലികളെ കൊല്ലാനും അവയെ തുരത്തി ഓടിക്കാനുമുള്ള അടിപൊളി ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ടിപ്സൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ഐറ്റമാണ് തെർമോക്കോൾ. ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് അതിനോടൊപ്പം കിട്ടുന്ന ഒന്നാണ് ഈ തെർമോക്കോൾ. ഇത് നമ്മൾ വെറുതെ വേസ്റ്റായിട്ട് വലിച്ചെറിഞ്ഞ് കളയാറില്ലേ പതിവ്. ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ തെർമോക്കോളിൻ്റെ ഒരു കുഞ്ഞു പീസ് മതി നമ്മുടെ വീട്ടിലും പരിസരത്തൊക്കെ ശല്യക്കാരായ എലികളെയും പെരിച്ചാഴികളെയൊക്കെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ. തെർമോക്കോൾ വെച്ചിട്ടുള്ള 3 ടിപ്സാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് ഇതുപോലുള്ള ഒരു കുഞ്ഞു പീസ് തെർമോക്കോളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഈ തെർമോക്കോൾ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. കൈകൊണ്ട് നുള്ളിയെടുക്കുകയോ അല്ലെങ്കിൽ കത്തി കൊണ്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുകയോ ചെയ്യാട്ടോ. നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇത്രയും തെർമോക്കോളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. 1.5 സ്പൂൺ ഗോതമ്പ് പൊടിയോളം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോതമ്പ് പൊടി അധികം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ബോൾ ഉണ്ടാക്കാൻ ആവശ്യമായ ഗോതമ്പ് പൊടി മാത്രം എടുത്താൽ മതി. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനൊന്ന് കുഴിച്ചെടുക്കാം. മാവ് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ 1-2 തുള്ളി വെളിച്ചെണ്ണ കയ്യിലേക്ക് ഒന്ന് ഇറ്റിച്ചതിന് ശേഷം നമുക്ക് ഈ മാവ് നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്ത മാവ് കൈവെള്ളയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ഈ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് മാവ് പരത്തില്ലേ, അതുപോലെ വേണം ഈ മാവ് പരത്തിയെടുക്കാൻ. പരത്തിയെടുത്ത മാവിനുള്ളിലേക്ക് ഫില്ലിങ്ങിനായിട്ട് നമ്മൾ ആ മുറിച്ച് വെച്ചേക്കുന്ന തെർമോക്കോൾ പീസസ് ഇട്ട് കൊടുക്കാം. കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പീര ശർക്കരയൊക്കെ വെച്ചിട്ട് മാവ് ഉരുട്ടിയെടുക്കുന്നത് പോലെ നമുക്ക് തെർമോക്കോൾ വെച്ചിട്ട് ഈ മാവ് ഒന്ന് ഉരുട്ടിയെടുക്കണം. തെർമോക്കോളിൻ്റെ ഒട്ടും തന്നെ പുറത്ത് കാണാത്ത രീതിയിൽ വേണം നമ്മുടെ മാവ് ഉരുട്ടിയെടുക്കാൻ. നമ്മൾ ഉരുട്ടിയെടുത്ത ഈ മാവിന് ഗോതമ്പ് പൊടിയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ നല്ലൊരു സ്മെല്ലാണ് ഇട്ടുള്ളത്. ഇതിലേക്ക് എലികളെ ഒന്നുകൂടി ആകർഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം പഞ്ചസാരയാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. പഞ്ചസാര നമുക്ക് പാത്രത്തിലേക്ക് ഒന്ന് ഇട്ടതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾ ഇതിലൊന്ന് റോൾ ചെയ്തെടുക്കാം. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കരയോ ബിസ്ക്കറ്റിൻ്റെ പൊടിയോ എടുക്കാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം തന്നെ എലികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഐറ്റമാണ്. അതുകൊണ്ട് ഇതിലേത് വെച്ചാലും എലികൾ വന്ന് തിന്നോളും. ചപ്പാത്തി മാവൊക്കെ നമ്മൾ ഉണ്ടാക്കി അടച്ചു വയ്ക്കാൻ മറന്നുപോയാൽ എലി വന്ന് തിന്നാറില്ലേ, അതുപോലെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ഈ മാവും എലി തിന്നോളും. ഇതുപോലെ തേങ്ങയൊക്കെ പറ്റിപ്പിടിച്ച ഒരു ചിരട്ടയിലേക്കാണ് നമ്മുടെ ഈ ബോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ഈ തേങ്ങയുടെ സ്മെല്ലൊക്കെ പിടിച്ച് എലി വന്ന് അത് ഉറപ്പായിട്ടും തിന്നും. നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും എലിയുടെ മാളം കാണുവാണെങ്കിൽ അതിൻ്റെ അടുത്ത് ഈ ബോൾ കൊണ്ടുവയ്ക്കാം. അതല്ലെങ്കിൽ എലികൾ പതിവായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു വഴി ഉണ്ടാവില്ലേ, ആ വഴിയിൽ നമുക്കിത് വയ്ക്കാവുന്നതാണ്. നമ്മുടെ സെക്കൻഡ് ടിപ്പ് ചെയ്യാനായിട്ട് വേണ്ടത് സോപ്പാണ് കേട്ടോ. വാഷിംഗ് സോപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കുറച്ച് സോപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. സോപ്പ് കനം കുറച്ച് നേർമയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഏകദേശം 1 സ്പൂണോളം സോപ്പാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു പീസ് ബ്രെഡാണ് കേട്ടോ. ബ്രെഡിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്താലും മതി. സോപ്പും ബ്രെഡും കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ബ്രെഡിൻ്റെ ആ കട്ടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മെയിൻ ഐറ്റമാണ് നമ്മുടെ തെർമോക്കോള്. ഒരു കുഞ്ഞു പീസ് തെർമോക്കോളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു കത്തി കൊണ്ട് ഇത് വളരെ ചെറിയ പീസുകളായിട്ട് നമുക്ക് ഈ മാവിലേക്ക് മുറിച്ചിടാം. പിന്നെ തെർമോക്കോളിൻ്റെ അളവ് കൂടി പോകണ്ട കേട്ടോ. വെറും 1 സ്പൂണോളം തെർമോക്കോൾ മാത്രം മുറിച്ചിട്ടാൽ മതി. നമുക്ക് ഈ മാവും തെർമോക്കോളും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ തെർമോക്കോൾ കൂടുതലായിട്ട് നിന്നാൽ ശരിയാവില്ല. ഒരൊറ്റ ഐറ്റം കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ഡെറ്റോള് 1/2 മൂടി ഡെറ്റോൾ നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം നമ്മുടെ മാവ് കുഴച്ചെടുക്കാൻ. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനൊന്നും നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ പിരിപിരിവെന്നുള്ള പരുവത്തിന് കുഴച്ചെടുത്താൽ മതി. നമ്മുടെ വീടിനകത്ത് എങ്ങാനും എലികളുണ്ടെങ്കിൽ അവയെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനുള്ള അടിപൊളി ടിപ്പാണിത്. തെർമോക്കോളും ബ്രെഡും ഡെറ്റോളും ഒക്കെ ചേർന്ന് നല്ല കുഴഞ്ഞ പരുവത്തിലാണ് നമ്മൾ ഈ മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. എലികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഐറ്റമാണ് ബ്രെഡ്. അതുകൊണ്ട് നമ്മൾ ഈ ബ്രെഡ് എങ്ങനെയൊക്കെ വെച്ചാലും എലികൾ വന്ന് അതെടുത്ത് തിന്നോളും. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന തെർമോക്കോളും ഡെറ്റോളും ഒക്കെ എലികളുടെ വയറ്റിൽ ഒരല്പമെങ്കിലും ചെന്നാൽ മതി. ദഹനക്കേട് പിടിച്ച് അവ പെട്ടെന്ന് തന്നെ ചത്തു വീഴും. എലികൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ അടുക്കളയിലെ ശല്യക്കാരായ പല്ലീനെയും പാറ്റേനെയും കൊല്ലാനും നമുക്ക് ഈ ഒരു മിക്സ് മാത്രം മതി. ഇതിലുള്ള ഡെറ്റോൾ ഉണ്ടല്ലോ, അതിന് വല്ലാത്തൊരു എഫക്റ്റാണ്. ആ ഡെറ്റോളാണ് പല്ലീനെയും പാറ്റേനെയൊക്കെ കൊല്ലാൻ നമ്മെ സഹായിക്കുന്നത്. ബ്രെഡിൻ്റെ സ്മെല്ലുള്ളത് കാരണം പല്ലിയും പാറ്റയൊക്കെ വന്ന് നമ്മുടെ മിക്സ് നക്കി തിന്നോളും.
പെട്ടെന്ന് തന്നെ ഡെറ്റോളിൻ്റെ എഫക്റ്റ് കാരണം അവ ചത്ത് വീഴുകയും ചെയ്യും. ഇതിങ്ങനെ തന്നെ കുറേശ്ശെ എടുത്ത് നമ്മുടെ കിച്ചൺ സ്ലാബിലോ സ്റ്റവിൻ്റെ അടിയിലോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതിങ്ങനെ വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനടുത്തായിട്ട് വേറെ ഫുഡ് ഐറ്റംസോ ഫുഡിൻ്റെ വേസ്റ്റോ വെള്ളമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എലികൾ വന്ന് അതൊക്കെ തിന്നേച്ചും പോവും. നമ്മുടെ ഈ ഐറ്റത്തിലേക്ക് എലി തിരിഞ്ഞു പോലും നോക്കില്ല. എലി, പല്ലി, പാറ്റ എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു റെമഡിയാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും നിങ്ങളും ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് ചെയ്യാനും നമുക്ക് വേണ്ടത് തെർമോക്കോളാണ്. ഒരു പീസ് തെർമോക്കോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കനം കുറിച്ച് നീളത്തിൽ നേർമയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. തെർമോക്കോളിൻ്റെ കനം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് വേണം കേട്ടോ ഇത് മുറിച്ചെടുക്കാൻ. തെർമോക്കോൾ അവിടെ ഇരുന്ന് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യമായ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം. മിക്സ് റെഡിയാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അത്രയും തന്നെ പെരുംജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. എലികളെയും പെരിച്ചാഴികളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പോകുന്ന നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ പെരുംജീരകത്തിനുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ. ഉപ്പിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പീസ് ബ്രെഡ് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ബ്രെഡിന് പകരമായിട്ട് ഒരു ചെറിയ ബിസ്ക്കറ്റ് എടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഹാർപ്പിക്ക് കൂടി ചേർത്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. പിന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് അധികം അങ്ങനെ ലൂസായി പോവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു കുഴഞ്ഞ പരുവത്തിനാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കേണ്ടത്. ശർക്കരയും ബ്രെഡും പെരുംജീരകവും ഒക്കെ ചേർത്ത് മിക്സ് ആക്കിയപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിനുള്ളത്. എലികളെയും പെരിച്ചാഴിയൊക്കെ കൂട്ടത്തോടെ ആകർഷിക്കുന്ന ഒരു സ്മെല്ലാണിത്. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആ മുറിച്ച് വെച്ചേക്കുന്ന തെർമോക്കോൾ പീസസ് ഇങ്ങെടുക്കാം. ദാ ഇതുപോലുള്ള പരന്ന പാത്രങ്ങളിലേക്കാണ് നമ്മൾ ഈ തെർമോക്കോൾ പീസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഓരോ തെർമോക്കോൾ പീസിൻ്റെ മുകളിലേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സ് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. നല്ല കുഴമ്പ് പരുവത്തിനാണ് നമ്മൾ മിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ മിക്സ് തെർമോക്കോളിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. തെർമോക്കോളിൻ്റെ ചുറ്റിലും എല്ലാ ഭാഗത്തും നമുക്ക് ഈ മിക്സ് നന്നായിട്ട് തന്നെ പുരട്ടി കൊടുക്കണം. ഇനി ഇത് ഓരോ പാത്രമായിട്ട് എടുത്ത് നമ്മുടെ കിച്ചൺ സ്ലാബിലോ സ്റ്റവിൻ്റെ അടിയിലോ അങ്ങനെ എലിയുടെയും പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യമുള്ള സ്ഥലം എവിടെയാണോ അവിടെ നമുക്ക് ഓരോന്നായിട്ട് വെക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ മിക്സ് തെർമോക്കോളായിട്ട് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മളിതിൽ ചേർത്തിട്ടുള്ള പെരുംജീരകത്തിൻ്റെയും ബ്രെഡിൻ്റെയും ശർക്കരയുടെയൊക്കെ സ്മെല്ല് കാരണം എലികളും പെരിച്ചാഴികളൊക്കെ വന്ന് ഇത് കൂട്ടത്തോടെ തിന്നുകയും പെട്ടെന്ന് തന്നെ അവ ചത്തു വീഴുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്